ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ് വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ സ്കൂൾ ബാഗ്, വാട്ട്സ് ഇൻ മൈ ബാഗ്, വാട്ട്സ് ഇൻ മൈ ഇലക്ട്രിക് ബാഗ്, പിന്നെ വാട്ട്സ് ഇൻ മൈ ടോയ്സ് ബോക്സ്, അതൊക്കെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗാണ്. അതായത് ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ വെക്കുന്ന ബാഗാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ബാഗ് എന്ന് പറയുന്നത്. അപ്പം ഈ മേക്കപ്പ് ബാഗിനകത്ത് ഞാൻ ഇന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് ഇനി കൂടുതൽ പറഞ്ഞ് സംസാരിച്ച് സമയം കളയണ്ടല്ലോ, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ബാഗ് എന്ന് പറയുന്നത്. സോ അപ്പം ഇതിനകത്ത് എല്ലാം ഒരുങ്ങുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ എൻ്റെ ഈ ഒരു മേക്കപ്പ് ബാഗിനകത്ത് പോൺസിൻ്റെ ഒരു ഫേസ് ക്രീമാണ്. അതായത് പോൺസിൻ്റെ ആലവേറ ഫേസ് ക്രീമാണ്. ഇത് നല്ല മണമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഫേസിൽ തേക്കും, നല്ല രസമാണ്, നല്ല മണമാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്യും. ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഇത് അപ്ലൈ ചെയ്യും. സോ ദിസ് മൈ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഈസിലി ഹാവ് ടു വെരി ഇമ്പോർട്ടൻറ്റ്, മൈ ഫേസ് ഹാവ് ടു വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് മൈ ഫസ്റ്റ് വൺ, മൈ പോൺസ് ആലവേറ ഫേസ് ക്രീം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആൻഡ് അതർ ഫേസ് ക്രീം, ഇതും ഒരു ഫേസ് ക്രീമാണ്. ഇത് ഡവിൻ്റെ ഫേസ് ക്രീമാണ്. ഈ രണ്ട് ഫേസ് ക്രീമും തേച്ചിട്ടാണ് ഞാൻ സ്കൂളിലോട്ട് പോകുന്നത്. ഓക്കെ, അതെ, രണ്ടാമത്തെ ഫേസ് ക്രീം ഇത് ഡവിൻ്റെ ഫേസ് ക്രീമാണ്. സോ സെക്കൻഡ് വൺ ഡവ് ഫേസ് ക്രീം, വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. പിന്നെ അടുത്തത് കുറച്ച് പൊട്ടുകളുണ്ട്, 2 പൊട്ടുകളുണ്ട് കേട്ടോ. ഇത് എന്താണ് വൈറ്റ് കളറിൽ ഒരു പേള് വന്നിട്ട് നല്ല രസമുള്ള പൊട്ടുകളാണ്. എനിക്കല്ലെങ്കിൽ കല്ലുപൊട്ടുകളാണ് ഭയങ്കര ഇഷ്ടം. അല്ലാതെ പൊട്ടുകളൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ വെക്കത്തുള്ളൂ. എനിക്കല്ലെങ്കിലും കല്ലുപൊട്ടുകളാണ് ഭയങ്കര ഇഷ്ടം. സോ പൊട്ട് വെരി ഇമ്പോർട്ടൻ്റ്. അത് സ്കൂളിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും എവിടെ പോയാലും ഞാൻ വെക്കുന്നൊരു സാധനമാണ്. പിന്നെ ഉള്ളത് ഹെയർ ക്ലിപ്സ്. ഓക്കെ, ആൻഡ് അത് ഹെയർ ക്ലിപ്സ് ഹാവ് ടു വെരി ഇമ്പോർട്ടൻറ്റ്. ദസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെല്ലാ പെൺകുട്ടികൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഹെയർ ബൺസും ഹെയർ സ്ലൈഡും പിന്നെ ഇതുപോലത്തെ ഹെയർ ക്ലിപ്സും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹെയർ ക്ലിപ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ സൺസ്ക്രീൻ ഗൈസ്, സൺസ്ക്രീൻ വെരി ഇമ്പോർട്ടൻറ്റ്, ഇൻഫാക്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സൺസ്ക്രീം ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹാവ് ടു ദിസ് ട്രാവലിംഗ് ടൈം ഹാവ് ടു സൺ പ്രൊട്ടക്ഷൻ ഹാവ് ടു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. സൺസ്ക്രീൻ ഹാവ് ടു വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ സൺസ്ക്രീൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദിസ് മൈ ഹെയർ ബോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണെങ്കിൽ നമ്മൾ ഈ കുളിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ രാവിലെ സ്കൂളിലും അല്ലാതെ എവിടെയും നിന്നൊക്കെ പോകുന്നത്. അപ്പം നമുക്ക് എന്താണ് അയച്ചിടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചുമ്മാ ബോബ് ചെയ്ത് വെക്കാനായിട്ട് ബോയും കൂടെ യൂസ് ചെയ്യും. സോ ബോ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ മുടി ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുടി കെട്ടി വെക്കുകയും ചെയ്യാം, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അടുത്തത് ഒരു മേക്കപ്പ് ബോക്സാണ്. ഈ ഒരു മേക്കപ്പ് ബോക്സിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഓക്കെ, ആദ്യം തന്നെ ഈ ഒരു ബോക്സിനകത്ത് എൻ്റെ എന്താ പറയുക മേക്കപ്പ് ടവലുണ്ട്. ഈ മേക്കപ്പ് ടവൽ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ പറയുക മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ, പിന്നെ എന്തെങ്കിലും വിയർപ്പൊക്കെ വരുമ്പോഴും ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് മൈ വാഷ് യൂസിങ്. ഇത് നമുക്കിത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴുകിയിട്ട് യൂസ് ചെയ്യാം ഗൈസ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ മേക്കപ്പ് ടവൽ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഇറ്റ്സ് മൈ ഹെയർ ടൈസ്. ഇത് ഹെയർ ബണ്ണാണ് കേട്ടോ. നല്ല വൈറ്റ് പേളൊക്കെ വന്നിട്ട് ഒരു പിങ്കിഷ് കളർ വന്നിട്ട് നല്ല രസമുണ്ട്. പിന്നെ അടുത്തത് ഹെയർ ക്ലിപ്സ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് അധികം ഹെയർ ക്ലിപ്സ് ഉണ്ട്. ഇത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പപ്പ വന്നപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ്. ഹെയർ സ്ലൈഡ് എനിക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഭയങ്കര ഫേവറേറ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് തിങ്സ് ഫ്രം വാട്ട്സ് ഇൻ മൈ മേക്കപ്പ്. ഐ ഹാവ് ടു വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെൻ്റെ പപ്പ മേടിച്ച് തന്നതാണ്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പപ്പ മേടിച്ച് തരുന്ന ഒരു സാധനങ്ങളും ഞാൻ വേസ്റ്റ് ചെയ്ത് കളയത്തില്ല. പപ്പയും മമ്മി മേടിച്ച് തരുന്ന ഒരു സാധനങ്ങളും ഞാൻ വേസ്റ്റ് ചെയ്ത് കളയത്തില്ല. പപ്പ മേടിച്ച് തന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. സോ ഹെയർ ക്ലിപ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഈസിലി ഹാവ് ടു വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ആം ക്രേസി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് പ്രാന്താണ് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ? സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാന്താന്ന് തന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഗൈസ്.
അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ അടുത്തത് ഉള്ളതാണ് ഇതാണ്. പിന്നെ ഇത് ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറുണ്ട്. ഐലൈനർ എന്ന് വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ പുറത്ത് എന്താണ് എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നുള്ളത് ഓക്കെ, ഇതൊരു നെയിൽ പോളിഷാണ്. നെയിൽ പോളിഷ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട് ഗൈസ് നെയിൽ പോളിഷ്. ഓക്കെ, നെയിൽ പോളിഷ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെയിൽ പോളിഷ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്തത് എന്താ പറയുക, പെർഫ്യൂമാണ്. പെർഫ്യൂം ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫ്യൂമും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 things, യു ഹാവ് ടു സ്മെൽ ഗ്രേ ഓൾ ദ ടൈം, നെസ് നോ. അപ്പം എനിക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പെൺകുട്ടികളുടെ ശരീരത്തിൽ, അതായത് എനിക്ക് എൻ്റെ ദേഹത്ത് എപ്പോഴും മണം അത്യാവശ്യമാണ്. എൻ്റെ ശരീരത്തിൽ എനിക്ക് എപ്പോഴും മണം അത്യാവശ്യമാണ് ഗൈസ്. അതിനി എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, എനിക്ക് മണം അത്യാവശ്യമാണ്. ഇതൊന്നും കൂടാതെ പപ്പയുടെ മമ്മയുടെ റൂമിൽ അലമാരിയിൽ കുറച്ച് പെർഫ്യൂംസ് കൂടെ ഉണ്ട്. ഇതൊന്നും കൂടാതെ അതും കൂടെ അടിച്ചിട്ടാണ് ഞാൻ സ്കൂളിലും അമ്പലത്തിലും എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനും ഒക്കെ പോകുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്തത് കുറച്ച് വേറൊരു കാര്യം കൊണ്ട് അത് ഞാൻ കാണിക്കാം. ഓക്കെ, ദിസ് ഇസ് മൈ ബോഡി ലോഷൻ. സോ ദ ബോഡി ലോഷൻ ഹാവ് ടു വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് ഇത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്ത് ഞാനും അമ്മയും യൂസ് ചെയ്യും ബോഡി ലോഷൻ. ഇപ്പോൾ ഇതിനകത്ത് ഇത് വെക്കാൻ, ഇത് ഇച്ചിരിയുള്ളൊരു ബാഗല്ലേ, അപ്പം ഇതിനകത്ത് സ്പേസ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പം സോ അതെ, ബോഡി ലോഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്കൂളിൽ പോകാൻ നേരത്തും പിന്നെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യും. സോ വെരി ഇമ്പോർട്ടൻറ്റ് ദസ് ബോഡി ലോഷൻ. ഇത് എൻചാൻഡറിൻ്റെ ബോഡി ലോഷനാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനും അമ്മയും യൂസ് ചെയ്യും. വെരി ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞിട്ട്. ഓക്കെ, ദിസ് മൈ വള, വെരി ഇമ്പോർട്ടൻറ്റ്. യൂസിങ് ഹാവ് ടു വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓക്കെ, ദിസ് മൈ വള ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുമ്പോഴായാലും ഇപ്പം അമ്പലത്തിൽ പോകുമ്പോഴായാലും എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോയാലൊക്കെ ഞാൻ എന്താ പറയുക വള യൂസ് ചെയ്യും. വള വേണമല്ലോ, നമുക്ക് അത്യാവശ്യമാണല്ലോ. അപ്പം സ്കൂളിൽ പോകുമ്പോൾ ഈ കയ്യിൽ വാച്ച്, പിന്നെ ഈ കയ്യിൽ കുറച്ച് വള, അങ്ങനെയാണ് ഞാൻ ഇട്ടിട്ട് പോകുന്നത്. പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ഈ 2 കയ്യിലും വള ഇടും. പിന്നെ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ വള ഇടത്തുള്ളൂ. ജീൻസിൻ്റെ കൂടെ ഒന്നും ഞാൻ അങ്ങനെ വള ഇടത്തില്ല, വാച്ചേ ഇടത്തുള്ളൂ. വാച്ച് കിട്ടും, അങ്ങനെയാണ്. സോ വള വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ മേക്കപ്പ് ബാഗിനകത്തുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. സോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് ബാഗിനകത്ത്. സോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.